ഇതാരാപ്പോ അയിമ്മ ആസ്യാത്തെയാണ് അടിച്ചത് കേട്ടോ. ഇതാ ആസ്യാത്തെയാണ് കാട്ടിക്ക. ഹലോ താത്ത ഒരു ചെറുക്കുണ്ട്. കല്യാണം ശരിയായിക്കണോ ആസ്യ? കല്യാണം ശരിയായിക്കണോ? ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തന്നെതാ ശരിയായിക്കണ് തന്നെ. എവിടുന്നാണ്? അത് ഇവിടെ തന്നെയാണേ. പിന്നെ ഗൾഫേരനാ? ഗൾഫേരനും ആണ്. പക്ഷെ 2ാം കെട്ടേരനാണ്. ആയിക്കോട്ടെ. ഞാനേ നിങ്ങൾ പറഞ്ഞപ്പോഴേ പിന്നെ ഇപ്പോൾ കുടിക്കുള്ള പുതിയാപ്പിള തന്നെ കിട്ടിയത്. അല്ല നിങ്ങളങ്ങനെ കുടിക്കുള്ള പുതിയാപ്പിള തന്നെയാണ്. ഞമ്മക്കേ ഒരു ബുദ്ധിസ്ലാമിൽ കൂടി ചേർക്കണ്ടേനു. അപ്പോൾ അതേ ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനത്തെ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ശരിയായിക്കോ. ഇനി വേണ്ട കേട്ടോ. പിന്നെ കല്യാണമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വരികയുണ്ടേ. ഓളേ പിന്നെ കുടിക്കുള്ള പുതിയാപ്പിളേന് വേണമെന്നല്ല പറഞ്ഞിരുന്നത് നമ്മളെ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പുതിയാപ്പിള ഉണ്ട്. ബുദ്ധിസ്ലാമിൽ കൂടിയതാണ്. അപ്പോൾ അത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. നമുക്കിപ്പോൾ കല്യാണം ശരിയായില്ലേ. ഇനിയിപ്പോൾ തിന്നപ്പോൾ നമുക്ക് കുടിക്കുള്ള പുതിയാപ്പിള പോയിട്ട് നമുക്ക് നല്ലൊരു മുതൽ തന്നെയല്ലേ കിട്ടിയത്. അത് മതി. പിന്നെന്തിനാ പഞ്ഞി ഓളോടൊപ്പം അത് പറയാം ഞാൻ. എന്നാ മാളുവാ കുഞ്ഞാത്തയാണ്. കുഞ്ഞാത്ത ഞാനേ നേരത്തെ തന്നെ പോരുക. നേരം വെക്കുമ്പോൾ തന്നെ വെയിലും പൊളിച്ചൊക്കെ ഉണ്ടല്ലോ. ചോനെ കുറേ കണ്ടിട്ട് ഞാൻ കുറേ മാനുവിനോട് അങ്ങോട്ടൊന്ന് വരാൻ പറയൽ തുടങ്ങിയിട്ടേ കൂടണ്ടേ. ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ ഇവിടുത്തെ ഓരോ സോലും കൊണ്ട് ഇങ്ങോട്ട് കയറി. കയറി തന്നെയാണ്. ഇങ്ങോട്ട് കയറി. ഔത്തേക്ക് കയറി. ഇങ്ങോട്ട് പോരി. ഔത്തേക്കൊന്നുമല്ല. ഇതിന് ഔത്തേക്ക് കയറി ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ കുത്തിറന്നാൽ മതി. എന്നായിക്കോട്ടെ. അവിടെ കുത്തിറന്നോളി. ജസ്റ്റ് സ്റ്റൂളുണ്ട് എടുക്കേ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതെന്നാല് സ്റ്റൂള് ഇവിടെ തന്നെയാണ് കുത്തിറന്നോളി. ഇന്ന് എൻ്റെ പണി നടന്നോളും. നിങ്ങളെ വർത്താനും പപ്പടങ്ങൾ നടക്കട്ടെ. ഇവിടെ ഇരിക്കി. ഞാൻ അവിടെ ഇരുന്നോളാം. ഇജ്ജ് എൻ്റെ പണിയെടുത്തോ. എന്നോട് പറയണച്ചെങ്കിൽ ഇജ്ജ് ഇന്നലെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അന്തിക്ക് കണ്ട് നേരം പോയിക്കോളാം. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇടങ്ങാറുകൊണ്ട് നിങ്ങൾ വന്നത് ഒരു സമാധാനം അയക്കാഞ്ഞ്. ആരോടും മുണ്ടാനും പറയാനും ഇല്ലായിട്ട് ഇച്ചിങ്ങനെ ശ്വാസം മുട്ടേനു. അല്ല എത്താ പോന് പറ്റിയത്? അവിടെ തൗത്തതാ. ഒന്നും ഔത്ത് തന്നെയല്ലേ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കാണ്ട് വന്നതാണ്. പോവുന്നതാണ്. ദിവസം കൊണ്ട് പോകുന്നുണ്ട്. തന്നെ എത്തിയപ്പോൾ ചെറുക്കന് പറ്റിയതാ. എത്താ പറ്റിയിട്ട് ഉത്തർക്കണു. ഓനും ഓളം വേണ്ട. അതന്നെ, അല്ലാതൊത്തുമല്ല. എത്താ കാട്ടണു. ഓക്ക് കുട്ടികളില്ല. അതുകൊണ്ട് ഇച്ച് വേണ്ട ഓളെ. അതന്നെ പറയണത്. അതിപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്കൊന്ന് വിളിച്ച് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞോട്ടെ വെച്ചിട്ട്. അതാണിപ്പോൾ പറയണതില്ലേ. എന്താ ഇപ്പം ഇങ്ങനെ ആയാൽ കാട്ടിപ്പം നീ? അതിന് കുറേ എൻ്റെ അടുത്തുകൊണ്ട് പേവേ. ഞാൻ പണ്ട് മുതലേ ഞാൻ പറയുന്നുണ്ട് അവനാനെ ഇടങ്ങാറായി കുറച്ചൊക്കെ അവനാൻ്റെ മക്കളെ അറിയണമെന്ന്. അപ്പം എനിക്കതിന് വലിയ നിർബന്ധം. എൻ്റെ കുട്ടികളൊന്നും അറിയണ്ട. ഞാൻ ഗതിയിട്ടതൊന്നും എൻ്റെ കുട്ടികളെ അറിയണ്ട എന്നുള്ള നിർബന്ധം എനിക്കേനു. എത്തപ്പോൾ കാട്ടണു. കുറച്ചൊക്കെ ഒന്ന് അറിയണ്ടീനേ അമ്മായിൻ്റെയും അമ്മേൻ്റെയൊക്കെ സ്വഭാവം. അന്ന് ഞാൻ പൂമോള് വന്നപ്പോൾ പൂമോളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് മനസ്സിലായി. ഇപ്പം നാളെ പോയപ്പോൾ അതിൽ വന്നിനു. അപ്പോൾ പറയുന്നുണ്ട് ഇന്നത്ത അമ്മായിക്കിപ്പോൾ എന്താണ് അവങ്ങോട്ട് വല്ലാത്ത ചാച്ചിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കരുതി നന്നാവേക്കും. കുറേ അനുഭവിച്ചില്ലേ എന്ന് വിചാരിച്ചു ഞാൻ. ഞാനിന്നിപ്പോൾ ആർക്കും അറിയില്ല.
ഇതിപ്പോൾ ഉള്ളു കണ്ടിക്കാണ്. ആ മാനുവാ എത്തിയപ്പോ എനിക്ക് പണി എത്താ പണി ഇവിടെ തന്നെ. ചായ അടിച്ചിങ്ങള്? ആ ചായ നിങ്ങളെ വർത്താനം നടക്കട്ടെ, അവിടെ ഉണ്ട്. ആക്കം പോലെ പോവട്ടെ, ഇപ്പൊ തന്നെ പോയില്ലേ? ഞാൻ ഇപ്പൊ പോണില്ലേ, ഞാൻ വൈകുന്നേരമേ പോണുള്ളൂ. ഞാൻ ഇപ്പൊ പോണില്ല. ഞാനൊന്ന് ഒരുങ്ങി ഇങ്ങോട്ട് പോകുന്നത് തന്നെയാണ്. അനിയന്മാരൊക്കെ കാണണമെന്ന് വിചാരിച്ച് കണ്ട്. ആ എന്താ പോലെ ഈ കുട്ടിക്കത്തെ പറ്റിയതാവലേ, ഇങ്ങനെയൊന്നും അല്ലേനല്ലേ. അതിൻ്റെ റബ്ബേ സോപ്പിങ്ങിൻ്റെ ഒരു ഉസാറുകൊണ്ട് തന്നെ അല്ലാതെ ഇപ്പം എത്താപ്പം പറഞ്ഞു. ഞാൻ ഏതായാലേ ഞാൻ ഓനോടൊന്ന് വർത്താനം പറഞ്ഞു നോക്കട്ടെ. ഞാൻ പണ്ടത്തിനൊരു മനസ്സിലാണ്ടോയെന്ന് അറിയാലോ. ഇനി മൂടിയേക്കാൻ പറ്റൂലെത്തും. ആ പോയോക്കട്ടെ ഓൻ്റെ അടുത്ത്. അപ്പോൾ നടക്കൂലല്ലോ പൊതു. മാനുവാ എത്തപ്പോൾ കുഞ്ഞാത്താനൊട്ടി കിടക്കണു? എത്തപ്പം ഇങ്ങനെ കിടക്കണ്? ഒന്നുമില്ല കുഞ്ഞാത്ത, മനസ്സിനൊരു സുഖമില്ല. എത്താ മാനോ സുഖക്കുറവ്? ഇപ്പോൾ ഒരു സുഖക്കുറവും ഇല്ല. ഞാൻ എന്നോട് കുറച്ച് പറയാൻ വേണ്ടി പോകുന്നത് തന്നെയാണ്.